വെറുതെ ഇരുന്ന് നല്ല മുറിവാട്ടോ. മുറിവ് നല്ലതല്ല, ചീത്തയാ. ചൂടുവെള്ളം അവിടെ വെച്ചേക്ക്. ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് ബഹളം ഉണ്ടാക്കില്ലേന്ന്. മുറിവ് തന്നെ ഉണങ്ങിക്കോളൂ. ഇതൊക്കെ കാണുമ്പോ ബാക്കിയുള്ളവർക്ക് വിഷമം. ഹലോ, ഇന്ന് രാജകുമാരി ഒറ്റയ്ക്കുള്ളോ? തോഴിമാരൊക്കെ എവിടെ പോയി? ഒരു ഗ്രാമത്തിലെ കിരീടവും ചെങ്കോലുമില്ലാത്ത രാജാവ്, അയാളുടെ സുന്ദരിയായ ഏകമകൾ. എല്ലാ ദിവസവും തോഴിമാരൊത്ത് അവൾ എഴുത്തു പഠിക്കാൻ പോകുന്നു, വടക്കംപാട്ടിൽ ഉണ്ണിയാർച്ച പോലെ. ഈ ഗ്രാമത്തിലെ ചെറുപ്പക്കാര് കുട്ടിയൊന്നും നോക്കുന്ന പോലെ അച്ഛൻ ഇഷ്ടമല്ലല്ലേ? അതെന്തായാലും എന്റെ ഭാഗ്യമായി. വേഗം പോയിക്കോ, ആരെങ്കിലും കണ്ടാ കുഴപ്പമാവും. എന്തു കുഴപ്പമാവാൻ? ഞാൻ പോണു. ആ ഇപ്പൊ പൊക്കോ. ഈ ഗ്രാമത്തിൽ നിന്ന് ഞാൻ പോകുമ്പോ ഉണ്ണിയാർച്ച കൊണ്ടേ പോവൂ. ഇപ്പൊ മനസ്സിലായോടാ പട്ടണക്കാരനും ഈ കരിമ്പൂച്ച കണ്ണപ്പനും ഒക്കെ ആരാണെന്ന്. നിനക്കൊക്കെ ഒരു പുച്ഛം അല്ലടാ. കാണിച്ചു തരാം, എല്ലാത്തിനെയും കാണിച്ചു തരാം. തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താടാ കാട്ടുപോത്തെ? ആ മരങ്ങോടൻ മാർത്താണ്ടൻ എവിടെയോ കിടന്ന ഒരു പൂതപ്പാണ്ടിയെ കെട്ടിയെടുത്തോണ്ട് വന്നിട്ട് എന്തായി? അവൻ ഓടിയ വഴിക്ക് പുല്ല് പോലും നിർത്തിട്ടില്ല. അതാടാ ഈ കരിമ്പൂച്ച കണ്ണപ്പൻ, കാല ബില്ലി കണ്ണപ്പൻ. മനസ്സിലായോടാ ചിറ്റകളെ? ഇവിടെ തിന്നാൻ എന്തുണ്ടാ? പുട്ടും ദോശയും ചമ്മന്തിയും കടലേ. ഒരു 3 കുറ്റി പുട്ടും ഒരു 3 കുറ്റി കടലയും കൊണ്ടുപോവാ. ഈയിടെയായിട്ട് നിന്റെ ചെത്തിത്തിരി കൂടുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ചെത്തിക്കോളാം. ജാവോ എന്തടാ കാട്ടുപോത്തെ നോക്കി പഠിപ്പിക്കുന്നു? നീയെ വള്ളത്തിൽ കയറി തുഴഞ്ഞാ മതി, കരക്കയറി തുഴയണ്ട. പെമ്പിള്ളേരെ കാണുമ്പോ നിന്റെ ഒരു ചുറ്റിക്കളിയും കറങ്ങിക്കളിയൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടാ. മര്യാദക്ക് ജീവിച്ചില്ലെങ്കിലേ കണ്ടം തുണ്ടമാക്കി പീസാക്കി കളയും. മിണ്ടാതെ നടന്നോളാം. നീ കരിമ്പൂച്ചാണെങ്കിലേ ഞാൻ കാണൂല. കൊറേ നേരായി കിടന്ന് കുറയ്ക്കണത് കണ്ട. പങ്കായം പിടിക്കണ കയ്യാ ഒരു മിടുക്കൻ മിടുമിടുക്കൻ. ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതാ. കുറച്ചു ദിവസമായിട്ട് ഞാൻ നിന്നെ പഠിച്ചു വരികയായിരുന്നു. കൊള്ളാം, ഞങ്ങളുടെ സംഘത്തിൽ ചേർക്കാൻ നീ കൊള്ളാം. ഇനി എന്നെ പട്ടണക്കാരനെ ഇവനെ തൊടാൻ ധൈര്യമുള്ള ആരുണ്ടടാ? ഞങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത് തൊട്ടാൽ കുതിക്കോടലുവാല ഞാൻ എടുക്കും. അല്ലടാ, അടിച്ചത് സ്ട്രോങ് ആയി പോയി. ടെലിവിഷൻ നോക്കിയാറങ്ങ്. നാളെ വരുമ്പോ പുതിയ പഠനം കേൾപ്പിക്കാം. ഇന്ന് വരാത്തോട് നാളെ വരാൻ പറയണേ. നിങ്ങളും വരണം, ഞാൻ വെയിറ്റ് ചെയ്യും. യെസ്, ഐ ആം വെയിറ്റിംഗ് ഫോർ 10 years ago. ഹലോ. ഒരു തമാശകള്. ഈയുടെ കാര്യം എപ്പോഴും ഇങ്ങനെയാണ്. നീ തെടുക്കും കൂട്ടിന്റെ കാര്യം മനസ്സിലായി. ദേ വരണുണ്ട്. ഇനി ഞങ്ങൾ കട്ടറും ആകുന്നില്ല. മടി. ഇനി എത്ര കാലം ഇങ്ങനെ ഓടിയാലാ ഒരു ഉത്തരം കിട്ടുമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അപ്പൊ അതും ആലോചിച്ചോണ്ട് ഓടിയത്? അതെ, ഓടുമ്പോഴും മാത്രമല്ല ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അത് തന്നെ ആലോചിക്കുന്നത്. എന്താ എത്ര ആലോചിക്കാൻ? അല്ല, സീത ഇതുവരെ ഉത്തരവൊന്നും പറഞ്ഞില്ലല്ലോന്ന്. അതിന് ചോദ്യമൊന്നും ചോദിച്ചില്ലല്ലോ. അത് ശരിയാ, ഞാൻ ഇതുവരെ ചോദ്യമൊന്നും ചോദിച്ചില്ല. എനിക്ക് വേണ്ട ഒരു ഉത്തരം തരുമോ? എന്നാ ചോദിക്കാം. എന്റെ മനസ്സിലെ ഉത്തരത്തിനുള്ള ചോദ്യമേ എന്നോട് ചോദിക്കാവൂ. അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെ തിരിച്ചെന്നോട് പറയാനും സീത മനസ്സിൽ കരുതിണ്ടാവും അല്ലേ? എന്റെ ഈശ്വര, ഇപ്പോഴെങ്കിലും ഉള്ളിലിരിപ്പ് മനസ്സിലായല്ലോ. എടിപ്പെണ്ണേ. എന്തോന്ന്? എടിപ്പെണ്ണേന്ന് കുഴപ്പമായോ? അയ്യോ സോറി. ആരാത്? ആരുമല്ല, ഒരു വഴിപോക്കനാണ്. ഓ, എന്റെ മനസ്സിലൊരു ഇന്നെന്താണാവോ പതിവില്ലാത്തൊരു പല്ല് തേപ്പ്. അതെ, ഒന്ന് വന്നേ. വന്നേന്ന് കൂടുതൽ തേക്കല്ലേ വെളുക്കും.
ബെസ്റ്റ് പാർട്ടിയാ. എപ്പ തുടങ്ങി ചുറ്റിക്കളി? ചുറ്റിക്കളിയോ? എന്തോന്ന്? പപ്പേട്ടാ, ദാമുവിനോട് വേണോ ഈ ഒളിച്ചുകളി? കാള വാല് പൊക്കും പറഞ്ഞൂടെ പശുവിന് മൂത്രമൊഴിക്കാനാന്ന്? എന്താ, ഞാനൊന്ന് കാറ്റുകൊണ്ട് വലുതാക്കാൻ വെച്ചു. കാറ്റ് കൊള്ളാൻ ഇവിടെ തന്നെ വന്നിക്കണോ? നല്ല കാറ്റാ മുൻവശത്തുണ്ടല്ലോ, അസല് പടിഞ്ഞാറൻ കാറ്റ്. ഒന്ന് പോടാ. പപ്പേട്ടൻ എന്നോട് ദേഷ്യപ്പെടുവൊന്നും വേണ്ട. ഞാൻ എന്തായാലും ഇക്കാര്യം യശോദാമ്മയോട് പറയാൻ പോവാ. ഓ, നീ എന്നെ പറഞ്ഞു പേടിപ്പിക്കാ? ഞാൻ ആള് പെശകാണെ ഞാൻ പറഞ്ഞു പോവും. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ പറയുവേ, നീ പറ. ഞാൻ പറയും. എന്ന് പറടാ. യശോദാമേ, ഓ യശോദാമേ, 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 വിളിച്ചു പോവാനാ കഴുതേ. Yeshome, I lost my Galdama. കഴുതേ, എന്ന് പറഞ്ഞാൽ എങ്ങനെ പപ്പേട്ടാ? അതിന് ഞാനെന്ത് ചെയ്യണമെന്നാ? ഇഷ്ടം തോന്നിയാലേ മനസ്സിലുള്ളത് അങ്ങ് തുറന്ന് പറയണം. പിന്നെ ഇഷ്ടം എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല. പിന്നെ അവക്കങ്ങനെ ഇഷ്ടം പറ്റുമോ തോന്നുമെങ്കിൽ ഞാനിപ്പോ എന്നാ ചെയ്യണേ? എങ്ങനെ 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 നമ്പർ ഇറക്കൽ എന്റെ പപ്പേട്ടാ. എടാ, എനിക്കിതിലൊന്നും ഒരു പരിചയമൊന്നുമില്ല, അതുകൊണ്ടാ. പിന്നെ മുൻപരിചയം വെച്ചോണ്ടല്ലേ എല്ലാവരും പ്രേമിക്കാൻ പോണത്? അല്ല, ഇത്ര കാര്യമാക്കട്ടെ പ്രശ്നമൊന്നല്ലെന്നേ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് എന്റെ പപ്പേട്ട. ശ്രീദേവി വരുന്നു. എവിടെ? ദേ, ആർത്തി കാണിക്കരുത്. റൊമാൻസിൽ ആർത്തി പാടില്ല. ശ്രീദേവി വരുന്നു എന്ന് സങ്കല്പിക്കുക. പപ്പേട്ടൻ ശ്രീദേവിയുടെ നേരെ വളരെ റൊമാൻറ്റിക് ആയിട്ട് നടക്കും. ശ്രീദേവി നോക്കി വളരെ റൊമാൻറ്റിക് ആയിട്ട് ചിരിക്കുന്നു. ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ. റൊമാൻറ്റിക് ആയിട്ടൊന്ന് ചിരിക്കുന്നു. ഇതാണോ ആ ചിരി? അയ്യേ, ദാ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട്. ഇത് തൂറാമുടുന്ന എക്സ്പ്രഷൻ ആണല്ലോ. അങ്ങനെ തോന്നി? ആ, അങ്ങനെ തോന്നു. വേണ്ട, വേറെ ചിരി തരാം, വേറെ ചിരി തരാം. എന്താ ബാലയോ? ഇങ്ങനെ എല്ലാത്തിനും കുറ്റം പറഞ്ഞാൽ ശരിയാവൂല. വേണ്ട, ശരിയാവൂല. വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയൂല. ഇനി ഞാൻ കുറ്റം പറയൂല. പറയില്ല. വളരെ റൊമാൻറ്റിക്കാ. ഇപ്പൊ കയറി പിടിച്ച പോലെ നടക്കും. മോശം? എന്ത് മോശം? അത് വളരെ മോശം. ഈ പ്രേമിക്കുന്ന പെണ്ണെ കയറി പിടിക്കുന്ന മോശം. അയ്യേ, പെണ്ണിനെ കയറി പിടിക്കാനല്ല, ഈ സിറ്റുവേഷൻ വർക്ക്ഔട്ട് ചെയ്ത് അതിലൂടെ തൂങ്ങി കയറിയ കാര്യം നടക്കും. ഞാൻ പറഞ്ഞേ, പിന്നെ പറയാം. സാധാരണ കളയരുത്, നമുക്ക് ഒരുക്കി തരൂല ദൈവം. വേഗം ചെല്ല്. ശ്രീദേവി, ചവറ് കളയാനായിരിക്കും വന്നതല്ലേ? അതെ, എന്ത് പപ്പട്ട കളയണ്ടേ? പിന്നെ കളയണം. ചവറ് കളയാനാണെങ്കിൽ കളയണം. കളഞ്ഞോളൂ. കളഞ്ഞു അല്ലേ? വയ്ക്കുള്ളൂ. ചവറ് കളയാനല്ലാണ്ട് പിന്നെ പുഴി തിന്നാനാ? ചവറിന്റെ കാര്യം അന്വേഷിക്കാൻ പപ്പേട്ടനാര് മുനിസിപ്പാലിറ്റി ജീവനക്കാരാണോ? ഈ പ്രേമൊന്നും മുരടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. അല്ല, പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും പറയണമെന്ന് വിചാരിച്ചൊക്കെ മറന്നു. മലന്നുപോയി. അവള് വേറെ വല്ലതും വിചാരിച്ചു കാണും. പിന്നെ വിചാരിച്ചു കാണുമെന്ന്. ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രീദേവിക്ക് നന്നായിട്ട് പാചകമൊക്കെ ചെയ്യാൻ അറിയാലേ? ശ്രീദേവി ഉണ്ടാക്കുന്ന കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാ. ശ്രീദേവി ഭാഗ്യവതിയാണ്. ഭാഗ്യവതിയോ? ഞാനോ? പിന്നെ ഈ പാചകം ചെയ്യാൻ അറിയാവുന്നത് ഭാഗ്യല്ലേ? അല്ലേ? ഇയാള് കാര്യം പറയാണ്ട്. അമ്മ പറയുന്നത് എനിക്കത്ര പാചകമൊന്നും അറിയില്ലെന്നാ. അതെ, അതും കറക്റ്റാ. അമ്മ പറഞ്ഞത് ശരിയാ. അല്ല, ഇതെന്താ ഈ മഞ്ഞൾ അരയ്ക്കാത്തത്? അല്ല, മഞ്ഞൾ അരയ്ക്കുന്നതിന് മുമ്പ് മല്ലി അരയ്ക്കണം. മല്ലിയും തേങ്ങായും കൂടെ ഇങ്ങനെ വെച്ചിങ്ങനെ അരച്ചിട്ട് അരക്കല്ല, ഇളക്കി നന്നായിട്ട് ഇളക്കണം. ഇളക്കിയല്ല, അരക്കണ്ട. ഇയാളെന്താ പാചകവിധി പഠിപ്പിക്കണം? പണ്ടൊക്കെ ഞാൻ അരച്ചിരുന്ന എങ്ങനെയാ, കുറെ നാളായിട്ട് ടച്ച് വിട്ടിരിക്കുക. എന്താ ചിരിക്കുന്നേ? അടിച്ചുണ്ടല്ലോ. ഇനി കുറച്ചുകൂടി ചൂടാവ്, എന്നിട്ട് കഴുത്തി പിടിച്ച് ഞെക്ക്. അപ്പൊ പെട്ടെന്ന് പ്രേമിക്കും. വെറുതെ മനുഷ്യന് സമയം കളയാനായിട്ട് ഈ നേരം ഒരു കിണർ കുത്തായിരുന്നു. എന്റെ പപ്പേട്ട, സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കിട്ടിയ സാഹചര്യം കംപ്ലീറ്റ് ആയിട്ട് കൊളാക്കി. ഈ പ്രേമിക്കാനൊക്കെ ഒരു നാക്ക് വേണം, അറിയോ പപ്പേട്ട? അല്ല, ഈ പ്രേമിക്കുന്ന പെണ്ണിന്റെ മനസ്സില് കരിങ്കുരങ്ങിനെ പോലെ അള്ളി അള്ളി പിടിക്കണം. അത് നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. എന്ത്? ഈ കരിങ്കറി ചെയ്യുന്ന പണിയൊക്കെ ചെയ്യാം. ദേ, ഒരുമാതിരി ഇൻസൾട്ട് ചെയ്തിട്ടോ. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ മനുഷ്യനെ മെക്കട്ടക്കണ്ട് കയറിക്കോളും. എന്റെ പപ്പേട്ട, നിങ്ങൾ റൊമാൻസിൽ വളരെ വീക്കാണ്, വളരെ വീക്കാണ്. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോലും പറ്റില്ല. പ്രേമിക്കാൻ മാത്രമല്ല, കല്യാണം കഴിക്കാൻ പോലും പറ്റില്ല. ദുഷ്ടൻ, പരിക്കൻ. പോയോ?
കുറച്ചൊക്കെ റൊമാൻറ്റിക് സെൻസ് വേണം. അല്ലാണ്ട് പപ്പേട്ടാ പപ്പേട്ടാ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആർക്കെങ്കിലും ദേഷ്യം വരില്ലേ? പപ്പേട്ടാ പപ്പേട്ടാ എന്താ? ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ വഴിയുള്ളൂ. എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാ, ഞാൻ ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. കൈവിട്ട കളിയാണേ. അറ്റ കൈക്ക് ഒരു ഒറ്റമൂലി. അതെന്താണ്?